ഗൈസ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നി എഴുന്നേറ്റ് വന്ന് നടന്നു, പക്ഷേ അല്ല കേട്ടാ, അത്ര വേണ്ടിയിട്ട് ആക്കണ്ട. ഞാൻ എഴുന്നേറ്റൊക്കെ രാവിലെ, പക്ഷേ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 3 വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ വൈകുന്നേരമായി. അപ്പം വൈകുന്നേരമായി. ഇനി ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് അവർ ഡേ. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ എൻഡ് അവർ ഡേ. കണ്ടോ നീ ഉറങ്ങുവാണ്. ഓടേന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കടയിൽ വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അമ്മയുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അമ്മ ഫോൺ അടിച്ചു പോകാൻ തോന്നുന്നു. അപ്പോൾ അത് നോക്കാൻ വന്നേ. AC കിട്ടാൻ വേണ്ടി കാത്തൊക്കെ എപ്പോഴും തുറന്നു വരും. എന്തായാലും ചന്ദനത്തിരിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നു. അമ്മ ഫോൺ എവിടെ? അമ്മയുടെ എവിടെ? ഫോൺ തരൂ, ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് പറയാം റെഡിയാക്കാൻ പറ്റില്ല. റെഡിയാക്കത്തില്ല, കൊടുത്ത് റെഡിയാക്കി തരാം. ഊട്ടയൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അത് നീ അതിന്റെ കവർ പൊളിച്ചു കളഞ്ഞോ, പിന്നെ അത് ചത്തുപോയി. ഓണാവുന്നില്ലേ? രാവിലെ ഓണാവുന്നില്ല. രാവിലെ പിന്നെ വാപ്പാപ്പിനെ വിളിച്ച് പിന്നെ ഓണാകുന്നില്ല. അപ്പൊ ഇന്നമ്മ ഫോൺ ഉപയോഗിച്ചില്ല. നമുക്ക് ഫോണിന്റെ ആവശ്യം ഉണ്ടല്ലോ, പക്ഷെ കോളൊക്കെ വരുന്നില്ല. ഉപയോഗിച്ചതും ഇല്ല. കസ്റ്റമർ എല്ലാവരും ആരോ വിളിച്ചിട്ടുണ്ട്, കോള് വരും, കണക്ട് ആകില്ല, നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. ഓണാവുന്നില്ല ഗൈസ്. ഇപ്പൊ എന്തായാലും ഇത് തീരുമെന്ന് അറിയോ? അത് നന്നാക്കാൻ പറ്റത്തില്ല. ചെറുക്കൻ നന്നാക്കിയപ്പോഴേ പറഞ്ഞു. നന്നാക്കാൻ പറ്റത്തില്ലേ? അത് അങ്ങനെ പറഞ്ഞു വരുന്ന ആള്. അയ്യോ, നന്നാക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഫോൺ വേണ്ടതല്ലേ പറയുന്നത്? ഒരിക്കലും അല്ല. പിന്നെ ഒരിക്കലും അല്ല, പക്ഷെ അത് നന്നാക്കാൻ പറ്റില്ലെന്നാ ചെറുക്കാൻ പറഞ്ഞു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൺ കുറച്ച് വീർത്തിട്ട് വേണോ? ഇവിടെ നിന്ന് കുറച്ച് വീർത്തിട്ട് തോന്നുന്നുണ്ട് എനിക്ക് പിടിക്കാനായിട്ട്. കാണാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് നന്നാക്കി കിട്ടുമെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ മോനൊരു ഫോൺ വാങ്ങി. എന്തേന്? ആര്? ഞാനാ? എനിക്ക് കൊടുക്കുന്ന ചെലവുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. ഫോണൊക്കെ മേടിക്കുന്നതൊക്കെ സിമ്പിൾ ആണ്, പക്ഷെ ചെലവാ. അതുകൊണ്ട് സിമ്പിൾ അല്ല. അർജുന് പൈസയും കാണത്തില്ല. അയ്യോ, വേണമെങ്കിൽ ഈ ഫോൺ തരാം. അപ്പൊ കുഞ്ഞിന് കോള് വരുന്നതും എല്ലാ മെസ്സേജ് വരുന്നതും ഫുള്ള് ഡീറ്റെയിൽ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഐഫോൺ മേടിച്ചു കഴിഞ്ഞിട്ട് ഐഫോൺ ഞാൻ ഈ വീഡിയോ എടുക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഫുള്ള് ഉപയോഗിക്കുന്നത് ഈ ആൻഡ്രോയിഡ് തന്നെ. അപ്പൊ ഇത് ആൻഡ്രോയിഡ് അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഐഫോണിലോട്ട് ഫുള്ള് മാറേണ്ടി വരും. എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതാണ് ഞാൻ ഐഫോൺ ഒന്നും ചെയ്യാത്ത. അയ്യോ, ചെറുത് വാങ്ങിച്ചത്. ഈ 2 ഫോൺ വേണം അല്ലെങ്കിൽ തന്നെ. ഇതിപ്പോ എടുക്കാനും സംസാരിക്കാനും. പക്ഷെ നോക്കട്ടെ. കട ഫുള്ള് അടച്ചിട്ട് അവനെ മനസ്സിലായതുമേ. അവിടെ ചട്ടി ഒന്നും എടുത്തു വെച്ചില്ല. ഇനി ഇത് ഞാൻ പിന്നെയും തുറക്കണം. ഒരെണ്ണമല്ല 3 പൂട്ട് തുറന്നാലേ കട പറയത്തുള്ളൂ. ഇവിടെ ഒരു ബർത്ത്ഡേ വിളിച്ചിട്ടുണ്ടാവും. വീട്ടിൽ ബർത്ത്ഡേക്ക് പോകാനുള്ളൊരു തുണി എടുത്തത് സ്വന്തം കടയിൽ നിന്ന്. പക്ഷെ ആ കടയിൽ നിന്ന് എടുത്തത് ചെറുതായി. അത് മാറ്റാൻ പിന്നെയും ഞാൻ കട പോയിട്ട് കട പിന്നെയും തുറക്കേണ്ടി വരും. എന്ത് ബിസി സ്കെഡ്യൂളാണ് എൻ്റെ. ഇതെല്ലാം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കടതറ പെട്ടെന്ന് ആമ പോണം. എനിക്കൊരു ഷോർട്ടും കൂടി എടുക്കണം കേട്ടോ. ഷോർട്ട് വീഡിയോ അല്ല, ഷോർട്ട് എടുക്കണം. ഒരു നിക്കറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടയിൽ നല്ല ടൗണിൽ നിൽക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് അറിയാലോ. ഇത് ഇതൊക്കെ ഒരു ഡ്രസ്സ് വന്നിട്ട് ഇപ്പൊ പാകമാവുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരെണ്ണം ഇട്ടിട്ട് കീറിപ്പോയി. അപ്പൊ എന്തായാലും സാറേന്ന് മേടിക്കുക, കൊടുക്കാത്ത വിലയായിരിക്കും. ഇപ്പൊ ഒരു ഷോർട്ട് മേടിക്കട്ടെ. വേറെ ഡ്രസ്സൊന്നും കിട്ടാൻ പോകുന്നത് ടൗണിൽ ഞാൻ പറയാൻ തെണ്ടിയതാ. ഇനി വയ്യ. എനിക്ക് ഇഷ്ടപ്പെട്ട കിട്ടത്തില്ല. ഇങ്ങനത്തെ ഷർട്ടൊക്കെ എനിക്ക് വേണ്ടത്. ഇതൊന്നും കാണാനേ ഇല്ല. നല്ല ക്വാളിറ്റി കിട്ടാറില്ല. ഇപ്പൊ മേടിക്കാം, കിട്ടുന്നുണ്ട് ടൗണിൽ നിന്ന് മേടിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഷോർട്ട് മേടിക്കാം. അപ്പൊ എന്തായാലും കടയിൽ പോയിട്ട് വരാം. അപ്പൊ ഞാൻ പിന്നെയും കടയിൽ എത്തിയിട്ടുണ്ട്. പിന്നെയും തുറക്കാം കട. അമ്മ ഇങ്ങോട്ട് ഞാൻ തുറക്കാം. എന്താണ് തപ്പേണ്ടതെല്ലാം പെട്ടെന്ന് തപ്പമ്മ. ഫൈനലി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. 1 വയസ്സല്ലേ? 1 വയസ്സ് കുഴപ്പമില്ല അല്ലേ? അല്ലേ ഇവിടെ കിടക്കുന്ന ഈ വണ്ടി എല്ലാം അവിടെ മുമ്പിലായിട്ട് ബർത്ത്ഡേ അവിടെ ആ വീട്ടില അങ്ങോട്ടാ പോകുന്നത്. അപ്പൊ കഴിക്കാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറെ സോങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാം. ബർത്ത്ഡേ ഇടയ്ക്ക് കുറച്ച് ചേട്ടന്മാരുടെ ചോദിക്കുക കുടിക്കുവാന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാലും ഞാൻ കുടിക്കാറില്ല. അമ്മയോട് പോവാ. ഇപ്പൊ ടൗണിൽ പോണം ഡ്രസ്സ് നോക്കാൻ. പോവാനാ പോവാ. എന്റെ മുടി നോക്കിയാൽ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. ചീപ്പിരിയിടുന്ന കാര്യം ഇതൊക്കെ ഇവിടെ ഉരുക്ക് മുടി. അമ്മ എന്നെയും മറിച്ചിടുവല്ല ഈ ഇതിനകത്ത്. ഇവിടെ 1-2 ഷോർട്ട്സേ ഉള്ളത്. ഇതെല്ലാം ഇവിടെ ഷോർട്ട് മേടിക്കാൻ വന്നതാ. ഇപ്പം 3500 എടുത്താൽ 2000 ഓഫർ. ഇത് എല്ലാ പ്രാവശ്യവും അമ്മയായിട്ട് ഒരുപാട് ഓഫർ ഉള്ളതാണ്. ഓഫർ എടുത്തിട്ട് വലിയ ഇടാറുണ്ട്. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നത്. ഇപ്പൊ അച്ഛന് വേണ്ടിയായി, അമ്മയ്ക്കും വേണ്ടിയായി. ഇപ്പം അമ്മ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്യുന്നു. കൊള്ളാം. ഫുള്ള് കട അടയ്ക്കാറായി. പക്ഷെ അമ്മയുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. പിന്നെ കടയിലുള്ള ആൾക്കാരെല്ലാം കൂടി എല്ലാം നോക്കിയിട്ടിരിക്കും. കട അടച്ചിപ്പോ അമ്മ ഇറങ്ങുന്നില്ലായിരുന്നു. വെറുതെ അവർക്ക് കട അടയ്ക്കാൻ പറ്റാത്ത എന്ത്. അവിടെ 10 മണിയായി ആൾക്കാർ കട അടയ്ക്കാൻ പറയാതെ അമ്മ വേറെ മോഡൽ ഉണ്ടാകുന്ന അടുത്ത മോഡലിലോട്ട് പോകുന്നു. ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിരിക്കുക ഗ്രേപ്പിന്റെ. അമ്മതേ അവിടെ അനിയന് വേണ്ടി ആഹാരം മേടിച്ചോണ്ടിരിക്കും. ഇത് ഒറിജിനൽ ഗ്രേപ്പ് ആയിരുന്നു കൂടുതൽ നല്ലത്. അത് കണ്ടിട്ട് കുപ്പിക്കാത്തിനടുത്തിട്ടതാണ് അവര്. കൊള്ളാവാ? നല്ലതാണോ? അത് വെറുതെ ക്യാമറ വേണ്ടി പറയുവാണ്. നല്ല മധുരമാണ്. അപ്പം വീട്ടിലെത്തി ഗൈസ്. ഇപ്പൊ ഇവിടെ കറണ്ട് ഒന്നും ഇല്ല. ഇവിടെ കാറ്റടിച്ചാലേ കറണ്ട് അറിയാല്ലേ. ഇവിടെ ഡാമൊക്കെ കൂടി കറണ്ട് കൂടി കിടക്കുന്നുണ്ട്. എപ്പോഴും ഊരുന്നത്.
അല്ലേലേ ദിവസം 3-4 വട്ടം ഊഴുന്നുണ്ട്. ഇതിപ്പോ മഴയായി കഴിഞ്ഞാൽ പറയണ്ട. അപ്പൊ ഗൈസ് ഇതുവരെ കറണ്ട് ഒന്നും വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് എന്തായിരിക്കും, എങ്ങനെയാണ് ഞാൻ കിടക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താം. ടേക്ക് കെയർ, ഹാവ് ഫൺ, പീസ്.